റെട്രോ എന്നല്ല റിട്ടയർ എന്ന് വേണം പടത്തിന്റെ പേരുടെ. ക്ഷീണം മാറ്റാനായിട്ട് ഒരു കംബാക്ക് കൊടുത്തു. ക്ഷീണമാക്കി കുറച്ചുകൂടി. ആവറേജ് മൂവി വിത്ത് ആൻ ഓക്കെ സ്റ്റോറി, നത്തിങ് എക്സ്പെഷണൽ, ബട്ട് ഇറ്റ് ഈസ്. പക്ഷെ എന്റെ രോമം ഒന്നും എണീക്കുന്നില്ല. ഞാൻ ഇങ്ങനെ തട്ടി നോക്കി രോമം എവിടെയെങ്കിലും ഒക്കെ എണീക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരു രോമം. ആക്ഷൻ ഉണ്ട്, മാസ്, ലവ് എല്ലാം ഉണ്ട് പടത്തിൽ. ആവശ്യത്തിലുള്ള എല്ലാം ഉണ്ട്, ആവശ്യത്തിൽ അധികം ഉണ്ടെന്ന് അവിടെ പറയാം. സൂര്യാണ്ണൻ എന്തായാലും തിരിച്ചു വരാൻ ഇച്ചിരി സമയം കൂടെ എടുക്കും. ലവും ലാഫ്റ്ററും മാത്രമേ ഉള്ളൂ, വാറായിട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും പറയില്ല. പറഞ്ഞ പോലെ വിജയ്ക്ക് എഴുതിയ സ്ക്രിപ്റ്റ് സൂര്യ ചെയ്ത പോലെയുണ്ട്. നാടിനെ രക്ഷിക്കാൻ വന്ന ഒരു കഥ. വെൽക്കം ബാക്ക്. ദ മോസ്റ്റ് അവൈറ്റഡ് കംബാക്ക് ഓഫ് നടുപ്പിൻ നായകൻ സൂര്യ, റെട്രോ, എ കാർത്തിക് സുബ്രാജ് പടം. അപ്പോൾ രജനിക്ക് പേട്ടയിലൂടെ കൊടുത്ത പോലെ ഒരു പക്ക ഫാൻ ബോയ് കംബാക്ക് സൂര്യക്ക് കൊടുക്കുമെന്ന് റെട്രോ കണ്ടിറങ്ങി ഓടിച്ചുകൊണ്ടെന്ന് ചോദിച്ചു നോക്കാം. നേരെ റെട്രോ റിവ്യൂല് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഒരു എലിവേഷൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, സെക്കൻഡ് ഹാഫ് കൊണ്ടുവന്ന് തറയിട്ട് പപ്പടമാക്കി ഉടച്ച്. സൂര്യാണ്ണൻ എന്തായാലും തിരിച്ചു വരാൻ ഇച്ചിരി സമയം കൂടെ എടുക്കും. കാർത്തിക് സുബ്രാജ് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ അണ്ണനെ നേരെ കൊണ്ടുവന്ന് ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫിൽ നേരെ തിരിച്ചു വിട്ടിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് എന്തൊക്കെയോ കാണിച്ചു വെച്ചേക്കുന്നു. ഇതൊന്നും നക്കുവാ വേന ചൂലൊക്കെ എടുത്തിട്ട് വരാനായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കഥയും ഒരു കാര്യമില്ല. മലയാളികളുടെ ലോജിക്ക് വെച്ചാണ് ഇഷ്ടപ്പെടാത്തത്. മലയാളികളുടെ ലോജിക്ക് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ലോജിക്കല്ല, ഇത് പടം വർക്കാവൂല ആർക്കും. കാരണം എന്താ പറയാ, ബേസിക്കലി ആ ലാഗാണ്. സൂര്യ ഫാൻസിന് കൈയടിക്കാനുള്ള കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ പടം ലാഗാണ്. മുട്ട ലാഗ് എന്ന് വെച്ചാൽ മുട്ട ലാഗ്. ഫാൻ ബോയ് ഒന്നും പറ്റുന്നത് അത് പേട്ട എടുത്ത് അങ്ങനെയാണോ ഇതുപോലെ ഒരു സാധനം എടുത്ത് വെച്ചേക്കുന്നത്? കൊള്ളതില്ല. ഇതൊന്ന് 10-32 ദിവസം കൂടെ തട്ടിക്കൂട്ടി എന്നൊരു സാധനം. കംബാക്ക് ഇനി വൈകും. പിന്നെ കംബാക്ക് ഇനി വെട്രിമാരെ വിചാരിക്കേണ്ടി വരുമായിരിക്കും. പടം സത്യസന്ധമാണ്. കൊള്ളൂല. റെട്രോ എന്നല്ല റിട്ടയർ എന്ന് വേണം പടത്തിന്റെ പേരുടെ. എന്ത് സിനിമയാണ് ബ്രോ? ഉണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. ഹിറ്റൂടെ കണ്ടില്ല, ഇന്ന ദിവസം പോകാണ്. എന്ത് പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്? ഒന്നുമില്ല സിനിമ. റെട്രോ പ്രതീക്ഷിക്കുമ്പോ ഒരു സ്ലോ പേസ് ആ സാധനം പ്രതീക്ഷിച്ചു. അങ്ങനെയല്ല, എന്നാലും അവര് ട്രെയിലർ എടുക്കല്ലേ. അവര് പടം എന്ന് പറഞ്ഞാൽ കാർത്തിക് സുബ്രാജിന്റെ പടമാകുമ്പോൾ നമ്മളൊരു മിനിമം ഗ്യാരണ്ടി പ്രതീക്ഷിക്കൂലേ? ഒന്നുമില്ല. കണ്ടോണ്ടിരുന്ന പൈസ എടുത്ത് ടിക്കറ്റ് എടുത്ത ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുന്ന പോലെ ഒരു സീനൊക്കെ ഉണ്ട് ക്ലൈമാക്സിനകത്ത്. ഒന്നുമില്ല ബ്രോ പടത്തിനകത്ത്. ജിഗർദാണ്ട 2ന്റെ സെയിം ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ നമ്മള് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് വന്ന് കയറണല്ലേ. ഫാൻസുകാർ കൈയടിക്കാനുള്ള 1-2 ഫ്രെയിമും 1-2 BGM 1-2 സാധനങ്ങളുണ്ട്. അത് ഫാൻസുകാർ കൈയടിച്ചിട്ട് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണണ്ടേ. ഈവൻ ഞാൻ വരെ ഫാൻ ഷോയ്ക്കാണ് ഇരുന്നത്, എനിക്ക് കൈയടിക്കാനും തോന്നിയില്ല. അപ്പൊ ഇതും സൂര്യ നിരാശയാക്കിയതാണോ അതോ? സൂര്യയുടെ പെർഫോമൻസ് നിരാശയെന്ന് ഞാൻ പറയില്ല, പക്ഷേ പടത്തിനകത്തൊന്നുമില്ല. ഓവർ എക്സ്പെക്ടേഷൻ ആണോ പ്രശ്നം? ഞാൻ എക്സ്പെക്ട് ഒന്നും ചെയ്തില്ല. എനിക്കൊരു ഓവർ എക്സ്പെക്ടേഷനും ഇല്ലായിരുന്നു. കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര നല്ല ബുദ്ധിമുട്ടാണ്. റിട്ടയർ ആയി പറയാനുണ്ടോ? കംബാക്ക് എന്നൊന്നും പറയില്ല ബ്രോ, ഭയങ്കര ആവറേജ് ആയിപ്പോയി. എനിക്ക് സത്യം പറഞ്ഞ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. വലിയ കാര്യമൊന്നുമില്ല. ലൈക്ക് കാർത്തിക് സുബ്രാജിന്റെ പടം എന്ന് പറയുമ്പോൾ നമുക്ക് ആ റേഞ്ച് അറിയാലോ, മഹാൻ ആ ഒരു റേഞ്ച്. ഇത് അത്രയൊന്നും വന്നിട്ടില്ല. ഭയങ്കര ഡൗൺ ടു എർത്ത് പടമാണ്. വലിയ അത് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, ആവറേജ് പടം. എന്താണ് നെഗറ്റീവ് ആയിട്ട് തോന്നിയത്? എന്താണ് നെഗറ്റീവ്? ഭയങ്കര ലാഗാണ് സിനിമയ്ക്ക്. പിന്നെ ആ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ ഒരുമാതിരി ഇത് ലവും ലാഫ്റ്ററും മാത്രമേ ഉള്ളൂ, വാറായിട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും പറയില്ല. ട്രെയിലറിൽ കണ്ട ആക്ഷനും അതുപോലത്തെ ആക്ഷൻ സീക്വൻസ് അത്യാവശ്യം കൊള്ളാം. ലുക്ക് നൈസ് ആയിട്ടുണ്ട്. സൂര്യയുടെ ആക്ടിങ്ങും കൊള്ളാം. ബട്ട് സ്റ്റോറി വൈസ് അത്ര ഇതായില്ല. ഓക്കെ, നമ്മുടെ പുറത്തൊക്കെ ഇഷ്ടപ്പെടും, മലയാളികൾക്ക് മാത്രം ഇഷ്ടപ്പെടാതിരിക്കുള്ളൂ. മലയാളികൾക്കല്ല, ഒരു സിനിമ കാണാൻ അറിയുന്ന ആൾക്കാണെങ്കിൽ അതൊരു സിനിമ രീതി കാണുമ്പോൾ മനസ്സിലാവും ആ സിനിമയുടെ റേഞ്ച്. നിരാശയെന്ന് തോന്നില്ല. കാർത്തിക് സുബ്രാജിന്റെ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എങ്ങനത്തെ രീതിക്ക് പോകുമെന്ന്. പിന്നെ അത്യാവശ്യം സൂര്യന് തിരിച്ചു വരുമെന്ന് തന്നെ പറയാം. എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കങ്കുവെക്കാട്ടി എല്ലാം എന്ത് ഭേദമാണ്. പുള്ളിക്കാരൻ എങ്ങനെ സൂര്യ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് കാർത്തിക് സുബ്രാജ് കാണിച്ചു തന്നെ അത് നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു ആക്ഷൻ പാക്ഡ് ആണോ പടം? ആക്ഷനും ഉണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞ റൊമാൻറ്റിക് ഗാങ്സ്റ്റർ മൂവിയാണ്. നല്ല റൊമാൻറ്റിക്കിനെ കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സംഭവമാണ്. പിന്നെ ജോജു ചേട്ടൻ്റെ ആയാലും കിടിലൻ റോളാണ് കിട്ടിയിട്ടുള്ളത്. പുള്ളിക്കാരനാണെങ്കിൽ ജയറാമേട്ടൻ കോമഡി ചടുവാകുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നല്ല ടൈമിങ്ങിൽ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. തിയേറ്ററിൽ വർക്കാവും. ഇത് പറയാം, ലവ് ലാഫ്റ്റർ വാർ അങ്ങനെയല്ലേ പറയുന്നത്. പ്രണയം, സന്തോഷം, പിന്നെ ആ ഒരു യുദ്ധവും അതും കൂടെ ചേർത്ത് കലർന്നതാണ്. ഇതിൽ അവസാനം കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. കങ്കുവൊക്കെ കണ്ട കങ്കുവ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് കംബാക്ക്. ഓ ഡെഫിനറ്റ്ലി. കങ്കുവ പ്രാന്തം പടമല്ലേ. ഇത് ലൈക്ക് അഞ്ചാനൊക്കെ ഏകദേശം അതിന്റെ ഒക്കെ അടുത്ത് വരും. അഞ്ചാന്റെ ഒക്കെ അടുത്ത ആക്ഷൻ ഒക്കെ നല്ല സീക്വൻസ് ആണ്. ഫാൻസിനുള്ള പടമായിട്ടാണോ? ഫാൻസിനും എൻജോയ് ചെയ്യാം, അല്ലാത്തവർക്കും എൻജോയ് ചെയ്യാം. സൂര്യ ഇഷ്ടമുള്ളവർക്ക് ആർക്കും എൻജോയ് ചെയ്യാം. ഓക്കെ, കംബാക്ക് ഒന്നുമില്ല, നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിപ്പുണ്ട്. ബിക്കോസ് കാർത്തിക് സുബ്രാജിന്റെ പ്രശ്നമാണോ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിജയ്ക്ക് എഴുതിയ സ്ക്രിപ്റ്റ് സൂര്യ ചെയ്ത പോലെയുണ്ട്. നാടിനെ രക്ഷിക്കാൻ വന്ന ഒരു കഥ. പക്ഷെ അതാണ് ജോജു ജോർജ്. എനിക്കറിയില്ല എന്താ ഇത്.
ഇത് കൊള്ളത്തില്ല. അല്ല എല്ലാരും പറയുന്ന മലയാളികൾക്ക് ഇത് അല്ലെങ്കിൽ മാസ് പടം ഇഷ്ടപ്പെടത്തില്ല, ആ ഒരു ഇതാണോ? മലയാളികൾക്ക് മാസ് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോഹൻലാലിന്റെ പടം ഇത്രയും വിജയിക്കൂലല്ലോ, KGF വിജയിക്കില്ലല്ലോ. അവരൊരു ടേസ്റ്റിലാണ് എടുത്തേക്കുന്നത്. തമിഴ് ഒന്നുമില്ല, എനിക്കറിയില്ല. എന്തിനോ വേണ്ടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, ഫൈറ്റിന് വേണ്ടി ഫൈറ്റ് ഉണ്ടാക്കി. തിയേറ്ററിലെല്ലാം ഭയങ്കര സൈലൻസ് ആയിരുന്നു. പിന്നെ സൂര്യ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ കുറെ കയ്യടിയുണ്ട്, അത്രേ ഉള്ളൂ. സൂര്യ കാണാൻ വേണ്ടി വരാം. സ്ക്രിപ്റ്റ് വൈസ് അതെ, എന്തിനോ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതി, അതിനു വേണ്ടി ഒരു കഥ ഉണ്ടാക്കി, അതിനു വേണ്ടി നാടിനെ രക്ഷിക്കാൻ വേണ്ടി പോയി, അതിനു വേണ്ടി ഒരു ക്ലൈമാക്സ് ഒക്കെ വൻ കോമഡി ആയിരുന്നു. ആൾക്കാരൊക്കെ ഇരുന്ന് ചിരിക്കുമായിരുന്നു ക്ലൈമാക്സിൽ. ഞങ്ങൾ അവരെ നോക്കി ചിരിക്കുന്നതിന് പകരം അവര് ഞങ്ങളെ നോക്കി ചിരിക്കുന്നു. സ്ക്രീനിൽ ഇങ്ങോട്ടായിരുന്നു ചിരി. ഭയങ്കര പൊട്ടപ്പടം, ഭയങ്കര പൊട്ടപ്പടം. കുറെ കമ്പാക്ക് സൂര്യയുടെ കമ്പാക്ക് കുറെ പ്രതീക്ഷ. അപ്പൊ കങ്കു വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ ആണ് ഈ പടം. അല്ലാതെ നോക്കുമ്പോഴത്തേക്ക് ഒരു പെർഫെക്റ്റ് കമ്പാക്ക് നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സൂര്യണ്ണ ഒരു രക്ഷയില്ല, എന്തൊക്കെ പറഞ്ഞാലും വേറെ ഫാൻ ബോയ് പണ്ണലും കാര്യങ്ങൾ സൂര്യയാണെങ്കിൽ സൂപ്പറായിട്ട് പണിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു സ്റ്റോറിയും കാര്യങ്ങളെല്ലാം ഒരു സ്ട്രോങ് ഇല്ല. അത് നമുക്ക് കണ്ടു മറന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാർത്തിക് സുബ്രായൻ്റെ ഒരു യൂഷ്വൽ പാറ്റേണിൽ പഴയ ടൈപ്പ് സംഭവമാണ് ചെയ്തിരിക്കുന്നത്. ഒരു വിന്റേജ് മൂഡ് പടം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആക്ഷൻ അങ്ങനെ എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ലേ? അങ്ങ് ആക്ഷനൊക്കെ നോക്കിയിടും. ആക്ഷൻ ഉണ്ട്, മാസ് ലവ് എല്ലാം ഉണ്ട് പടത്തിൽ. ആവശ്യത്തിലുള്ള എല്ലാം ഉണ്ട്. ആവശ്യത്തിൽ അധികം ഉണ്ടെന്ന് അവിടെ പറയാം. ആ ലെവലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവൽ കിട്ടിയിട്ടില്ല. തിയേറ്ററിൽ വന്നാൽ സാറ്റിസ്ഫൈഡ് ആവത്തില്ല സൂര്യ ഫാൻസിന് ഉറപ്പായിട്ട് സാറ്റിസ്ഫൈഡ് ആവും. കാരണം വെച്ചാൽ സൂര്യയാണ് ആ ലെവലിലുണ്ട്. അല്ല പടം വയസ്സ് നോക്കുമ്പോഴത്തേക്ക് ന്യൂട്രൽ ആഡിയൻസ് ഒക്കെ മോശം പറയാൻ നിൽക്കുള്ളൂ. ജയറാമൊക്കെ കുറെ വെറുപ്പിക്കലായിരുന്നു. ജയറാമൊക്കെ നേരത്തെയുള്ള പടങ്ങൾ വെച്ച് വെറുപ്പിക്കണ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വെറുപ്പിക്കലായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. മുമ്പത്തെ പടങ്ങളിൽ ഭയങ്കരമായിട്ട് വെറുപ്പില്ല. അത് വെച്ച് നോക്കുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. കാർത്തിക് സുബ്രാജിൽ ഒരു സംഭവം കിട്ടിയില്ല, ആ ഒരു സംഭവം കിട്ടില്ല. ഫാൻ ബോയ് സംഭവം നമുക്ക് കിട്ടിയില്ല, അതാണ് വിഷയം. നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല പടം തന്നെയാണ്. പ്രതീക്ഷ എല്ലാം ഉണ്ട്. സെക്കൻഡ് ഹാഫ് ലേശം ചെറുതായിട്ട് ലാഗ് ഉണ്ട്. പടം ലെങ്തി ആണ്, പക്ഷെ പടം കൊള്ളാം. മൊത്തത്തിൽ അടിപൊളിയാണ്. സൂര്യ അടിപൊളി വിജയിച്ചു. നോർമലി കാണുന്ന ടെംപ്ലേറ്റിൽ നിന്ന് ഡിഫറെന്റ് ആണോ മൂവി മേക്കിംഗ്? റെട്രോ സ്റ്റൈൽ പടം. കാർത്തിക് സുബ്രാജ് മൂവി പക്ക നന്നായിട്ടുണ്ട്. കൊള്ളാൻ പോകും, നല്ല പടം. അത്യാവശ്യം നല്ല ഒരു കാർത്തിക് സുബ്രാജിൽ നിന്ന് ഒരു എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പടമുണ്ട്. അത്യാവശ്യം വൈവാണ്. എന്നാലും സൂര്യയുടെ ഒരു ഫാൻ ബോയ് സംഭവം എന്നൊക്കെ ട്രെയിലർ കണ്ട് പ്രതീക്ഷിച്ചൊരു സാധനം കിട്ടിയോ? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ചോയ്സ് ആണ്. എനിക്ക് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. ഇഷ്ടപ്പെടാത്തവരും കാണും. എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഞാൻ എന്താ പറയാ, ഇതൊരു കങ്കുവ ലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, സത്യം പറയാമല്ലോ. ഗാങ്സ്റ്റർ സ്റ്റോറിയാണ്, എക്സ് ഗാങ്സ്റ്ററിൽ നിന്ന് പിന്നെ ആ ഒരു ടൈപ്പ് സിനിമകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് അങ്ങോട്ട് വലിഞ്ഞ് നീളാൻ തുടങ്ങി സിനിമ. പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ വരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ കുറേ റൊമാൻറ്റിഫിക്കേഷൻ സീനുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ രോമമൊന്നും എണീക്കുന്നില്ല. ഞാൻ ഇങ്ങനെ തട്ടി നോക്കി, രോമം എവിടെയെങ്കിലുമൊക്കെ എണീക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരു രോമം. പേട്ടയിൽ കൊടുത്തോളൊരു ഫാൻ ബോയ് പടം എല്ലാവരും പ്രതീക്ഷിച്ചത്, അതെന്താണ്? ഇല്ല, എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. പുള്ളിൻ്റെ വോയിസ് മോഡുലേഷൻ പഴയ സിനിമകളിലേക്ക് റീക്രിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഇമോഷണൽ കണക്ട് വരണ്ടേ, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ തോന്നണ്ടേ, നമുക്ക് ഒരു ഇമോഷൻ ഫീൽ ചെയ്യണ്ടേ. ഇനി പിന്നീട് അതും പോയിട്ട് എക്സ് ഗാങ്സ്റ്റർ സ്റ്റോറിയിൽ നമ്മളൊരു സ്ഥാനം കൂടെ അങ്ങ് ആഡ് ചെയ്യും. എന്താണ് രക്ഷകൻ? ഈ പുതിയ രക്ഷകൻ ഇനി സൂര്യ സാറാണ്. ആ പുള്ളിയാണ് ഇനി ആ ഒരു രക്ഷകൻ, എന്താ പറയാ, ആ ഒരു ടൈറ്റിൽ പുള്ളിക്ക് സുബ്രാജ് എന്ന് ആണ്. കാർത്തിക് സുബ്രാജ് ആണെങ്കിലും പക്ഷെ പുള്ളിയുടെ ഒരു നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ പഴയ പടമൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു പഴയകാല ഒരു സംഭവമാണ്. പിന്നെ ഒരു എന്താ പറയുക, വിജയുടെ ഒരു സ്ക്രിപ്റ്റ് സൂര്യ എടുത്ത പോലെ ഒരു ഫീലാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഹൈപ്പോ അങ്ങനെയൊന്നുമില്ല. സൂര്യ വരുമ്പോൾ കാണാം, അടിപൊളിയായിരുന്നു. ആ സമയത്തുള്ളൊരു വെച്ച് ഭേദമാണ്, അത് പറയാം. എല്ലാം തീർത്തെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് പടം? എൻ്റെ പൊന്നു ബ്രോ, പടത്തെ കുറിച്ച് പറയണമെങ്കിൽ വാച്ച്ഡ് ദ മൂവി ടുഡേ ആൻഡ് ഹിയർ ഈസ് മൈ നെക്സ്റ്റ് വ്യൂ. ഇറ്റ് ഈസ് ആൻ ആവറേജ് മൂവി വിത്ത് ആൻ ഓക്കെ സ്റ്റോറി, നത്തിങ് എക്സ്പെഷണൽ, ബട്ട് ഇറ്റ് ഈസ് വർത്ത് എ വൺ ടൈം വാച്ച്. എ ബിറ്റ് ഓഫ് വയലൻസ് ഈസ് ദയർ. പക്ഷേ ഈ പടം കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ മലയാളത്തിലെ ജോർജ് ആണെന്നൊക്കെ നല്ലൊരു ബിൽഡപ്പായിട്ട് വരേണ്ട ജോസഫൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ വെറും വെട്ടിയിട്ട വാഴ പോലെയാണ് ഇങ്ങനെ വന്നത്. ഉള്ള വില പോയി. പിന്നെ അല്ലെങ്കിൽ സൂര്യ ഇടിച്ചു കഴിഞ്ഞാൽ ഒരു 3 എണ്ണമെങ്കിലും ഇടി തിരിച്ചു കൊടുക്കണ്ടേ, ഒറ്റയടിക്ക് തൂറിപ്പോയി. പിന്നെ ജയറാമണ്ണ വെറും കോമാളിയായിപ്പോൾ എത്ര പടങ്ങൾ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടാണ് ജയറാമണ്ണൻ്റെ. വെറും കോമാളിയായിപ്പോയി. ആ 200 രൂപയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ആ 200 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഡയറക്ടറിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കരമന ആ ആറ്റിൻ്റെ സൈഡിലുള്ള ആ പഴിഞ്ഞിക്കടയിൽ പോയിട്ട് 100 രൂപയ്ക്ക് അങ്ങേരെ ഒരു പഴിഞ്ഞ് 100 രൂപയ്ക്ക് എനിക്കൊരു പഴിഞ്ഞ് കുടിച്ചിട്ട് ക്ഷീണം തീർത്ത് നമുക്ക് മനസ്സും നിറഞ്ഞ് നമ്മുടെ ശരീരം തണുത്ത് സമാധാനമായിട്ട് സന്തോഷിച്ച് പോകുമായിരുന്നു. എനിക്ക് നല്ല ഉള്ളതുപോലെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.
അല്ലാതെ പിന്നെ ചുമ്മാ നമ്മളെ കൊള്ളാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെ കണ്ടാലല്ലേ സൂര്യ നല്ല കാണാൻ വരുന്നവർക്ക് എന്തെങ്കിലും ഉണ്ടോ കാണാൻ? പുള്ളിയുടെ ഒരു സൂര്യൻ കാണാൻ പറഞ്ഞ കൊച്ചു പിള്ളേർക്ക് വേണ്ടി കുറച്ച് പാട്ടുണ്ട്. ഇത് എന്തൊരു ഒരു പടത്തിൽ ചുമ്മാ അടി, ഓ ചുമ്മാ അടി, 2 ഡയലോഗ് കഴിഞ്ഞിട്ട് വീണ്ടും അടി, അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് വീണ്ടും അടി. എന്തോന്ന് ഇത്? ആദ്യ തുടക്കത്തിലൊക്കെ കൊള്ളായിരുന്നു, പിന്നീട് ആയപ്പോഴത്തേക്ക് ഇതായി. സൂര്യയാണെന്ന് എങ്ങനെയല്ല വിചാരിച്ചത്? ഞാൻ സൂര്യയുടെ നല്ലൊരു ആരാധകനാണ്. അയൺ സിനിമ പോലെ ഒരു വൻ പ്രതീക്ഷയോടെ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു നിരാശയാണ് തന്നത്. ഓക്കെ, ഞാൻ ഉള്ളതല്ലേ. അടുത്തോട്ടം തിരിച്ചു വരാം. അടുത്ത വട്ടം സൂര്യയാണെന്നോടെ ഇതിനെക്കാട്ടി വില്ലന്മാരായിട്ട് ജോർജിനെക്കാട്ടി ഞാൻ വില്ലനായിട്ട് നിൽക്കുവായിരുന്നല്ലേ. കങ്കുവേര് ക്ഷീണം ഇതും തുടർന്നു. പടം ലാഗാണ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഹാഫ് ലാഗായി. സൂര്യയും കാർത്തിക് സുബ്രാജും OTT ഇറങ്ങുന്ന പടങ്ങളൊക്കെ കൊള്ളാം. റെട്രോ എന്ന് പറഞ്ഞ പേരാണ് അതിന്റെ ഒരു മേക്കിങ്ങും അതിന്റെ ഒരു സ്ലോയും ആണോ? റെട്രോ എന്നല്ല, ഒരു പടം അത്രയും ഒരു കൊള്ളൂല. കാരണം ഭയങ്കര ലാഗാണ്. നമുക്കൊരു സെക്കൻഡ് ഹാഫ് എപ്പോൾ തീരും കഥ എവിടെയൊക്കെയോ കൊണ്ടുപോയി എന്തൊക്കെയോ ചെയ്യുന്ന ഒരു സ്റ്റോറി. പഴയ സ്റ്റോറിയാണ്. അതിനെ കൊണ്ടുവന്ന് പഴയ കഥകൾ കുറെ സെന്റിയൊക്കെ വെച്ച് വെറുതെ അലിപ്പാക്കി. ട്രെയിലർ കണ്ട ആക്ഷൻ, കുറെ സ്റ്റണ്ട്, ട്രെയിലർ കണ്ട് പ്രതീക്ഷയാണ് വന്നത്, പക്ഷെ അത് സിനിമയിൽ നമ്മൾ ഫുൾഫിൽ അല്ല. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ആവറേജ് എന്ന് പറയാം. പക്ഷെ സെക്കൻഡ് ഹാഫ് ഫുള്ളും കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഇതും പോയി കയ്യിൽ നിന്ന് പോയി. ആവറേജ് പടം കേട്ടോ. എന്താ പറയുക, നല്ല ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഇന്റർവെൽ പഞ്ചെല്ലാം അടിപൊളിയായിട്ട് നിർത്തിയായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ചാകുമ്പോഴേക്കും പടം ഒന്ന് ഒരു ആ ഫസ്റ്റ് ഹാഫിന്റെ ഒരു ലെവലിലേക്ക് വന്നില്ല. എന്തൊക്കെയോ ഒരു അപാകത പോലെ തോന്നി. സൂര്യയുടെ ലുക്കും ആ ട്രെയിലറൊക്കെ കണ്ട് കുറെ സമയം നമ്മൾ പ്രതീക്ഷിച്ചു ആക്ഷനും റൊമാൻസും ആക്ഷൻ എല്ലാം കൊള്ളായിരുന്നു, റൊമാൻസ് ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിൽ കഥയിലേക്ക് കുറച്ച് കിടന്നപ്പോ ഒരു പാളിച്ച, ഒരു അപാകത. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഒരു ആവറേജ് ഫീലായി തോന്നി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. ഫാൻസിനുള്ള എന്തെങ്കിലും ഉണ്ടോ? ഫാൻസ് ഉള്ള സാധനമൊക്കെ ഫസ്റ്റ് ഹാഫിലുണ്ട്, എല്ലാം ഫസ്റ്റ് ഹാഫിലുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിലാവുമ്പോഴേക്കും കുറച്ചൊന്നൊരു ഇതായി പോയി. വന്നിട്ട് കംബാക്ക് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് അത് അത്ര വലിയ കിട്ടിയില്ല ബ്രോ. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് നമുക്ക് സൂര്യയെ കൊണ്ടുവന്നിട്ടും ആ ക്യാരക്ടർ ബിൽഡിങ്ങും സ്കാർലെറ്റിന്റെ മേക്കിംഗ് ഒക്കെ ഇപ്പോൾ ഓക്കെ ആയിരുന്നു. അത് എൻ്റെ ചെയ്ത ശേഷം സെക്കൻഡ് ഹാഫിൽ പോയി പുള്ളിയുടെ തന്നെ പല ജിഗർദണ്ഡ പടം അതിൻ്റെയൊക്കെ എനിക്ക് റെഫറൻസ് പോലെ കുറച്ച് എൻ്റെ ഒക്കെ തോന്നിയിരുന്നു. വലിയ വർക്കൗട്ട് ഇല്ല ബ്രോ, എനിക്ക് പടം ആവറേജ് ആയിരുന്നു. പടം പോരോ ബ്രോ? നമ്മളൊരു കാർത്തിക് സുബ്രാജിന്റെ പടം എക്സ്പെക്ട് ചെയ്ത് രാവിലെ നമ്മൾ ഉറക്കം കളഞ്ഞുകൊണ്ട് വന്നിട്ട് പക്കാ ഡിസപ്പോയിന്റഡ് ആയിപ്പോയി നമ്മള്. എന്തായാലും ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ട് അപ്രോച്ച് അല്ല ബ്രോ, കാർത്തിക് സുബ്രാജിന്റെ പടത്തിന്റെ അതേ സെയിം പാറ്റേൺ അപ്രോച്ച് തന്നെയാണോ ഇതിലും? ഒരു ഗാങ്സ്റ്റർ മൂവിയുടെ ഒരു, പക്ഷേ കൂടുതലും ലവ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു ഇമ്പാക്റ്റും കിട്ടിയില്ല, ഒരു ഇമോഷൻസ് നമുക്ക് കണക്ട് ആവുന്നില്ല. ആകെ കുറെ ഫൈറ്റ് സീൻസ് ഉണ്ട്, അതും നമുക്ക് വലിയ ഇമ്പാക്ട്. സൂര്യയുടെ സ്റ്റൈലിഷ് ലുക്കാണ്. അതർവൈസ് പടം ആകെ സന്തോഷമാണ്. മ്യൂസിക് വർക്ക് ജയറാമും ജോജു ഒക്കെ എങ്ങനെയുണ്ട്? ജയറാമിനെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വെറുതെ മലയാളത്തിൽ ജയറാമിനെ അങ്ങോട്ട് കൊണ്ടുവരുന്ന നാണം കെടുത്തിയ അവസ്ഥയായി. ഒരു റോളിനൊരു ഇമ്പാക്റ്റ് ഇല്ല. ഇതിലെ ക്യാരക്ടറിന് ഒരു ജോക്കറാണ്. അപ്പം ആ ലെവൽ തന്നെയാണ് ജയറാമിനെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു നടനെയൊന്നും അങ്ങനെയൊന്നും ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ക്യാരക്ടർ ജോക്കറാണ്. അങ്ങനെ ഒരു ജോക്കറിനെ പോലെ ആക്കി കളഞ്ഞു പുള്ളി. പിന്നെ ജോജു അത്യാവശ്യം കൊള്ളായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പടം പോരാ. തമിഴ് ഓഡിയൻസിനൊക്കെ വർക്കാവും, വിജയ് പടമൊക്കെ പോലെ ഏറ്റെടുക്കും. ഇത് എനിക്ക് തോന്നുന്നു, എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. തമിഴ് ഓഡിയൻസ് നമ്മളെല്ലാവരും ഒരേപോലെ തന്നെയല്ലേ ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ജയറാമേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തെനാലി എന്ന സിനിമയിൽ അറിയാമല്ലോ, കമലഹാസനോടൊപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ നിന്ന ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആ സിനിമയിൽ അദ്ദേഹം മലയാളത്തിലുള്ള ഡയലോഗ് പറയുമ്പോഴത്തേക്ക് നമ്മൾ തിയേറ്ററിലൊക്കെ ഫുൾ ചിരിയായിരുന്നു ആ സിനിമയിൽ. ഈ സിനിമയിൽ മലയാളത്തിലൊക്കെ ഡയലോഗ് പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഏട്ടാ മലയാളികളെ പറയിപ്പിക്കല്ലേ ജയറാമേട്ട എന്നാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്, വേറെ ഒന്നും വിളിച്ചിട്ടില്ല എന്ന് പറയാൻ തോന്നിപ്പോയി. കംബാക്ക് വൈകും. ആരുടെ? സൂര്യയുടെ. അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ആദ്യത്തെ ഷോ അല്ലേ കഴിഞ്ഞുള്ളൂ. ഇപ്പം മെജോറിറ്റി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എൻ്റെ ഒരു മാത്രം അഭിപ്രായമല്ല.